ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഒരു മഹാ എപ്പിസോഡാണെന്ന് അറിയാലോ. അതില് ഫസ്റ്റ് ഭാഗത്ത് വിഷ്ണുവിന്റെ ഓട്ടോ സ്റ്റാൻഡില് വിഷ്ണുവും കമലനും അങ്ങനെ എല്ലാവരും സംസാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് ശാലിനി കളക്ടറുടെ കാറിൽ അങ്ങോട്ട് വരികയാണ്. വിഷ്ണുവിനെ അവിടെ കാണുമ്പോൾ ശാലിനി അവിടെ വണ്ടി നിർത്തും. കളക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ബഹുമാനത്തിലാണ് നിൽക്കുന്നത്, ഒരു ഭയത്തോടും. അങ്ങനെ ശാലിനി വന്നിട്ട് അറിയാത്ത പോലെ ആ ഓട്ടോ ആരുടെയാ? അപ്പൊ ആ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാരെ വിഷ്ണുവിന്റെ ആണെന്ന് പറയും. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കി ചിരിക്കണേ. ശാലിനി ഭയങ്കര ഗൗരവത്തില് ഒരോട്ടം പോണം എന്ന് പറയുമ്പോ അതിനെന്താ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടി എടുക്കുക. അങ്ങനെ ശാലിനി വിഷ്ണുവിന്റെ കൂടെയാണ് ഓട്ടോയിൽ പോകുന്നത്. അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണേ. അവരെന്തൊക്കെയോ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. കമലം പറയും, ആ ഒരു ഭാര്യയും ഭർത്താവും ഓട്ടോയിൽ പോകുന്നതിന് നമുക്കെന്ത് പറയാനാ, അവരൊക്കെ ഭാര്യയും ഭർത്താവോ? അപ്പോഴാണ് കളക്ടറുടെ ഭർത്താവാണ് വിഷ്ണു എന്നുള്ള കാര്യം അവരറിയുന്നത്. അവരിങ്ങനെ ഞെട്ടിലോടെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശാലിനിയും കൂടെ ഓട്ടോറിക്ഷയില് ഇങ്ങനെ ഒന്ന് നാട് ചുറ്റുക. എന്തൊക്കെയോ പറഞ്ഞ് കളിച്ചിരിയോട് കൂടിയാണ് അവര് ഓട്ടോയിലെ ആ യാത്ര പോകുന്നത്. അവർ രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. വിഷ്ണു എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുമ്പോൾ ശാലിനി ചെറുതായിട്ട് ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവിടെ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് മക്കളുടെ കാര്യം അപകടത്തിലാവാണ്. അതിവരെ അറിയുന്നില്ല. കുട്ടികൾ എവിടെയോ പാർക്കിലോ അതോ ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്തോ അവിടെ എവിടെയോ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ കാറിൽ അങ്ങോട്ട് വരണേ. ഇത് ചന്ദ്രബോസിന്റെ ആൾക്കാരാണ് എന്നാണ് തോന്നുന്നത്. അവര് ബോസിന്റെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരെ പോലെ തന്നെ ഉണ്ട്. പപ്പി ഇങ്ങനെ ഊഞ്ഞാലാടാണ്. അപ്പോ പപ്പി അവിടുന്ന് എന്തോ സ്മെല്ലയിപ്പിച്ചിട്ട് അവിടുന്ന് ബോധം കെടുത്ത ശേഷം അവരവിടുന്ന് എടുത്തോണ്ട് പോവും. സത്യയും അതുപോലെ തന്നെ മയക്കി കിടത്തിയിട്ട് അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇതാർക്ക് വേണ്ടി എന്തിനാണെന്നൊക്കെ ഉള്ളത് വഴിയെ കാണാം. അപ്പം നിങ്ങൾക്ക് ഈ മഹാ എപ്പിസോഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്